ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓറഞ്ച് കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടത് നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ് മൈദപ്പൊടി, 1/2 ഗ്ലാസ് പഞ്ചസാര, അത് പൊടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ഗ്ലാസ് ബട്ടർ. പിന്നെ നമുക്കിതിലേക്ക് ഓറഞ്ചിൻ്റെ കളറ് ഒരു 1/2 ടീസ്പൂണൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി ഇട്ടാം. പിന്നെ ഒരു നുള്ളു ഉപ്പ്, പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഓറഞ്ചിൻ്റെ നീരൊരു 3 ടേബിൾ സ്പൂണാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ബട്ടറും പഞ്ചസാരയും ഓറഞ്ചിൻ്റെ കളറും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കളറ് നുള്ളിട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര കുറച്ചിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടറും പഞ്ചസാരയും ഓറഞ്ചിൻ്റെ കളറും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ബട്ടർ ഞാൻ ഇവിടെ വീട്ടിൽ തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആദ്യത്തെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇളക്കുന്നത്. നമ്മുടെ ബട്ടറും പഞ്ചസാരയും കളറൊക്കെ കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ അതൊന്നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അരിച്ച് വയ്ക്കാം. എനിക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിത് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തി മാവിനേലും കുറച്ചൊരു ലൂസിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ചെറിയൊരു സ്പൂൺ കൊണ്ട് ഒന്ന് എടുക്കുക കുറേശ്ശെ. കയ്യിൽ വെച്ച് നന്നായി ഉരുട്ടി കൊടുക്കുക. എന്നിട്ടൊന്ന് പരത്ത കൈ കൊണ്ട് ഇതായിട്ട് ഇങ്ങനെ ഓരോ ഡിസൈൻ കൊടുക്കുക കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നടുക്ക് ഇങ്ങനെ ഒരു ചെറിയ നമുക്ക് അണ്ടിപ്പരിപ്പാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതാ ഫ്രൂട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ അത് എടുത്ത് വയ്ക്കാം. അതിങ്ങനെ നമ്മുടെ കുക്കീസ് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓവണൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ആദ്യം കൺവെൻഷൻ വെക്കാം, എന്നിട്ട് 160 ആക്കുക. അവിടെ പ്രീ ഹീറ്റ് ഒരു 3-4 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് കൊടുക്കാം.
ഒരു 15 മിനിറ്റ് കുക്കാവാനായിട്ട് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കുക്കീസ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെയും ബൈ.